ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നേരെ ഇരുവരും ഫ്ലാറ്റിലേക്ക് തിരിച്ചു. രാത്രി ഏറെ വൈകിയാണ് അവർ ഫ്ലാറ്റിലെത്തിയത്. ഫ്ലാറ്റിലെ ബെല്ലടിക്കേണ്ട താമസം. ഡോർ തുറന്നുകൊണ്ട് അമൽ യാഷിനെ കെട്ടിപ്പിടിച്ചു. അമലിൻ്റെ നോട്ടം ചെന്നെത്തിയത് യാഷിൻ്റെ പിറകിൽ നിൽക്കുന്ന വൈകിയിലാണ്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. അമൽ അവളെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് യാഷിനെ വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. യാഷ് തന്നെ ഒന്ന് നോക്കുന്നത് പോലെയില്ല എന്നത് അവളിൽ സങ്കടമുണ്ടാക്കി. ഋഷി വന്ന് വിളിച്ചപ്പോൾ അവൾ അകത്തേക്ക് കയറി. അവൾക്കായി ഒരു മുറി കാണിച്ചു കൊടുത്തു. ക്ഷീണം കാരണം അവൾ നേരത്തെ ഉറങ്ങിപ്പോയിരുന്നു. സമയം ഒരുപാടായതിനാൽ അമലും ഋഷിയും അവിടെ തന്നെ നിന്നു. വൈകി ഒന്ന് നോക്കി യാഷ് ബാൽക്കണിയിൽ പോയി ആകാശത്തേക്ക് നോക്കി. യാച്ചു. യാഷിനരികിൽ വന്നുകൊണ്ട് അമൽ വിളിച്ചു. എന്താ നിന്റെ തീരുമാനം? അവളെവിടെ നിർത്താനുള്ള പ്ലാൻ? പെട്ടെന്ന് തന്നെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അവളെ ഇവിടെ അല്ലാതെ എവിടെ നിർത്താനാ? അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിടയിലേക്ക് ഒരു ശല്യമായി അവൾ വരില്ല. അമലിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഋഷിക്കരികിലേക്ക് നടന്നു. എന്തൊക്കെയോ ഉറപ്പിച്ച പോലെ അമൽ ഒന്ന് ചിരിച്ചു. ഒരു വിളി കേട്ട് യാഷ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ചായയുമായി മുന്നിൽ നിൽക്കുന്ന വൈകിയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വൈക പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് അവന് നേരെ നീട്ടി. പിന്നെ അവൻ മുറിയിൽ മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചു. അവരെവിടെ? ഋഷിയുടെ ഓഫീസിലേക്ക് പോയി. പിന്നെ പറയാൻ വന്നത് പാതി വയിൽ നിർത്തിയവൾ. അത് കണ്ട് യാഷ് നെറ്റി ചുളിച്ചു. അവനെവിടെ? അമൽ ഫ്രഷ് ആവാൻ പോയി. നിന്നോട് എന്തെങ്കിലും പറഞ്ഞു അവൻ? യാഷിൻ്റെ ചോദ്യത്തിന് അവൾ ഇല്ലെന്ന് തലയാട്ടി. അതിന് യാഷ് ഒന്ന് മൂളി. അവൾ തിരിഞ്ഞു നടന്ന് മുന്നിൽ നിൽക്കുന്ന അമലിനെ കണ്ട് അവളുടെ മുഖം താഴ്ന്നു. പിന്നെ ഒന്നും നോക്കാതെ അവൾ അടുക്കളയിലേക്ക് പോയി. യാച്ചു, നീ എന്തിനാ അവൾ നിന്ന് ചായ വാങ്ങി കുടിക്കുന്നേ? അത് പറഞ്ഞുകൊണ്ട് അമൽ യാഷിൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങാൻ നോക്കി. അവൾ ചായയല്ല തന്നത്, വേറെ ഒന്നുമല്ലല്ലോ. പോട്ടെ, നീ എനിക്കൊരു ചായ ഇട്ട് തന്നിട്ടുണ്ടോ? യാഷ് പറഞ്ഞത് കേൾക്കി അമലിന് ദേഷ്യം കയറി. പിന്നെ അവിടെ നിന്ന് ചവിട്ടിത്തുള്ളിപ്പോയി. അമൽ നേരെ പോയത് വൈകിയുടെ അടുത്തേക്കായിരുന്നു. നീ എന്തു പറഞ്ഞാടി എൻ്റെ യാച്ചുവിനെ മയക്കിയത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. വൈക പേടിയോടെ തലതാഴ്ത്തി പറഞ്ഞു. ഇനി മേലാൽ യാച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കണ്ട അന്ന് നിന്റെ അന്ത്യമായിരിക്കും. നിന്നെ പെട്ടെന്ന് തന്നെ ഞാനിവിടെ നിന്ന് കെട്ടിക്കും. വൈകിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അമൽ അവിടെ നിന്ന് പോയി. രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് പുറകിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞത്. പുറകിലേക്ക് നോക്കുമ്പോൾ കണ്ടു കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അമലിനെ. ആ സമയം പേടിച്ച് ഉമിനീറിറക്കി. കാറ്റുപോലെ വന്ന് കഴുത്തിന് പിടിച്ച് ചുമരോട് ചേർത്തു. ആ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാവുന്ന ശ്രമിച്ചു. എന്നാൽ കഴിഞ്ഞിരുന്നില്ല. കഴുത്തിലെ പിടിമുറുക്കിക്കൊണ്ട് അമൽ പറഞ്ഞു, യാച്ചി എൻ്റെ മാത്രാണെന്ന്. അമലിൻ്റെ ഒരു കൈ താലയിൽ പിടിച്ചു മുറുക്കിയതും പ്രാണൻ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. പെട്ടെന്നൊരു വിളി വന്നതും അമൽ ഞെട്ടിക്കൊണ്ടകന്നു മാറി. രക്ഷകനെ പോലെ ഋഷിയേട്ടനെ കണ്ടതും ഓടിപ്പോയി ആ നെഞ്ചിലേക്ക് വീണു. പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. അമലിനെ വഴക്ക് പറഞ്ഞു അവിടെ നിന്നും പറഞ്ഞു വിട്ടു. എന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടെ നിന്നും അമൽ പോയി. നിനക്ക് ഈ അവസ്ഥ വരാൻ ഞാനൊരു കാരണക്കാരനാണ്. എന്നാൽ ഒരിക്കലും ഈ ഏട്ടൻ നിനക്ക് ഒരാപത്ത് വരാൻ സമ്മതിക്കില്ല. അമലിൻ്റെ കയ്യിൽ നിന്നും നിനക്കും ഞാനും ആശയെപ്പോഴും സംരക്ഷണം തീർത്തിരിക്കും. ഋഷിയുടെ വാക്കുകളും കഴിഞ്ഞ സംഭവങ്ങളും ഓർത്ത് അവൾ മുഖം പൊത്തി കരഞ്ഞു. വൈക. ഡോറിനരികിൽ നിന്ന് വിളി വന്നതും വൈക കണ്ണുകൾ അമർത്തി തുടച്ചു. അപ്പോഴേക്കും യാഷ് അവൾക്കരികിൽ എത്തിയിരുന്നു. വൈകിയെ അവൻ അഭിമുഖമായി തിരിച്ചു നിർത്തി. അവളുടെ കണ്ണുകൾ കലങ്ങിയത് കണ്ടതും യാഷ് മുഖം ചുളിച്ചു. നീ എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞില്ലല്ലോ. യാഷേട്ടന് തോന്നിയതായിരിക്കും. യാഷിനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ അവനെ മറികടന്നു പോകാൻ തുടങ്ങി. എന്നാൽ അതിനെ സമ്മതിക്കാതെ യാഷ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. നീ എന്നിൽ നിന്നും ഒന്നും മറച്ചു പിടിക്കേണ്ട വൈക. അമൽ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു? അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് യാഷ് ചോദിച്ചതും അവളുടെ തല താന്നു. പറഞ്ഞോ? അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് യാഷ് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരു കരച്ചിലോടെ അവളെല്ലാം അവനോട് പറഞ്ഞതും യാഷിൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവനെ ഇന്ന് ഞാൻ. ദേഷ്യത്തോടെ യാഷ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയതും വൈക അവന് മുന്നിൽ കയറിയെന്നു. യാഷേട്ട, വേണ്ട, എനിക്ക് വേണ്ടി ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്, പ്ലീസ്. യാഷിന് മുന്നിൽ കയറി നിന്നവൾ തൊഴുതുകൊണ്ട് കരഞ്ഞു പറഞ്ഞു. പക്ഷെ വൈക അവൻ. വേണ്ട യാഷേട്ട. കരഞ്ഞു കരങ്ങിയ അവളുടെ കണ്ണുകൾ നോക്കിക്കൊണ്ട് യാഷ് ഒന്ന് കണ്ണുകൾ അടച്ചു നിശ്വസിച്ചു. ഇനി അവനിൽ നിന്നും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കണം. അതിനവളൊന്നും മൂളി. പിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ
ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. നിനക്ക് നാവുണ്ടല്ലോ, തിരിച്ചു പറയണം. അവന് വാശി കൂടുതലാണ്. ഇടയ്ക്കൊരെണ്ണം കൊടുത്താലും കുഴപ്പമില്ല. യാഷ് അവളെ നോക്കി ഒറ്റ കണ്ണറിക്ക് ചിരിയോടെ പറഞ്ഞതും അവളിലും ഒരു ചിരി വിരിഞ്ഞു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അമൽ അവിടെയുള്ളത് ഇരുവരും കണ്ടില്ലായിരുന്നു. അമലിൻ്റെ ചുണ്ടുകൾ പല ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്നു, യാച്ചു എൻ്റെയാ, എൻ്റെ മാത്രം. യാഷും അമലും കൂടി ഓഫീസിൽ പോയതും ആ ഫ്ലാറ്റിൽ വൈകി തനിച്ചായി. ഒറ്റപ്പെടൽ മുന്നേ അവൾക്കൊരു കൂട്ടായതിനാൽ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരിക്കുക എന്നത് അവൾക്കത്ര പ്രയാസമുള്ളതായി തോന്നിയില്ല. എന്നാൽ പുതിയ സ്ഥലമായി പൊരുത്തപ്പെടാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. യാച്ചു ഓഫീസിലേതോ ഫയൽ നോക്കിയിരിക്കുന്ന യാഷിൻ്റെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമൽ വിളിച്ചു. ഇടയ്ക്കത് പതിവുള്ളതിനാൽ യാഷ് മൂളലിലൂടെ വിളികേട്ട് ഫയൽ നോക്കുന്നത് തുടർന്നു. വൈകിയപ്പോഴാണ് പറഞ്ഞു വിടുന്നത്? അമലിൻ്റെ ചോദ്യം കേട്ട് ഫയൽ ടേബിളിൽ വെച്ചുകൊണ്ട് യാഷ് അമൽ നേരെ തിരിഞ്ഞു നിന്നു. അവൾ എങ്ങോട്ട് പറഞ്ഞു വിടണം എന്നാ നീ പറയുന്നത്? എങ്ങോട്ടെങ്കിലും, അമൽ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും യാഷ് നെഞ്ചിൽ കൈകെട്ടി നിന്നു. അവളൊരു പെണ്ണാണ്. പോരാത്തി ഞാൻ താലി ചാർത്തി എൻ്റെ ഭാര്യ. അവളെ അങ്ങനെ ഇങ്ങോട്ടെങ്കിലും ഇറക്കി വിടാനല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവളെ നിൻ്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടില്ലേ? നീ എന്നെ സ്നേഹിക്കില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല അമൽ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ താലി അണിഞ്ഞ പെണ്ണാണ് വൈക. ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സിന് അവൾ സമ്മതമാണെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ മിനിമം 1 ഇയറെങ്കിലാവണം. അതുവരെ അവളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു ജീവിതം തുടങ്ങുന്നതിന് മുന്നേ അവളുടെ ഭാവി നമ്മൾ സംരക്ഷിക്കണം. പിന്നെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. നിനക്കെന്നെ നന്നായി അറിയാലോ. യാച്ചു 1 വർഷം എന്നൊക്കെ പറഞ്ഞ് അത് വലിയ ടൈമല്ലേ? അതിന് കാരണം ആരാ? നീ തന്നെയല്ലേ. ഒരു പെണ്ണിൻ്റെ ജീവിതം ഞാൻ തകർക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീയല്ലേ എന്നെ നിർബന്ധിച്ചത്? താലി ചാർത്തിന് തൊട്ടു മുന്നേ ഈ കല്യാണം നീയും ഋഷിയും മുടക്കുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എല്ലാത്തിനും ഞാൻ സമ്മതം മൂളിയത്. എന്നിട്ടിപ്പോൾ അവൾ ഞാൻ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം അല്ലടാ? അമലിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് യാഷ് കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു. ആ സമയം യാഷിൻ്റെ ഉള്ളിലെ സങ്കടമെല്ലാം ദേഷ്യത്തിലൂടെ അണപൊട്ടി ഒഴുകി. അവൻ്റെ കണ്ണുകളിൽ ചുവന്നു പടർന്ന കണ്ണുനീർ കവിളിനെ തലോടാൻ തയ്യാറായിരുന്നു. അമലിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അമലിൻ്റെ കോളറിൽ പിടിച്ച് കൈവിട്ടുകൊണ്ട് യാഷ് അവിടെ നിന്നും ഒഴുകിയിറങ്ങാൻ നിന്ന കണ്ണീരിനെ തുടച്ചുകൊണ്ടുപോയി. അവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയാം യാച്ചു. അമലിൻ്റെ ചുണ്ടിൽ ഗൂഢമായി ചിരി വിരിഞ്ഞു. ഇതെല്ലാം കണ്ടു എന്ന ഋഷി കണ്ണുകൾ അടച്ചൊന്ന് നിശ്വസിച്ചു. ഫ്ലാറ്റിലെത്തിയപ്പോൾ യാഷിന് ഒരൊച്ചപ്പാടും കേൾക്കുന്നില്ലായിരുന്നു. വൈകി ഉറങ്ങിപ്പോയതാവും എന്ന് കരുതി യാഷ് മുറിയിൽ പോയി ഫ്രഷായി വന്നു. വൈകിയെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി യാഷ് കിച്ചണിൽ പോയി ചായ ഇട്ട് കുടിച്ചു. എന്തിനു വേണ്ടി യാഷ് വൈകിയുടെ മുറിയിലേക്ക് പോയതും അവളെ അവിടെ ഒന്നും കണ്ടില്ല. യാഷിൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. അവൻ മുറി മൊത്തത്തിൽ അവളെ അന്വേഷിച്ചു. എന്നാൽ നിരാശയായിരുന്ന ഫലം. ഫോൺ എടുത്ത് അവളെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ ഓർത്തത് വൈകിക്ക് ഫോണില്ലെന്ന കാര്യം. അവൻ എന്ത് ചെയ്യുമെന്നൊരു പിടിയുമുണ്ടായിരുന്നില്ല. ഹൃദയത്താളം പതിവിലും കൂടി. കണ്ണിൽ നിന്ന് കണ്ണുനീർ കവിളിനെ തലോടി. അവൻ ഋഷിയെ വിളിച്ചെങ്കിലും ഋഷി കോളെടുത്തിരുന്നില്ല. അമലിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നായിരുന്നു പറഞ്ഞത്. യാഷിൻ്റെ പേടി കൂടി വരാൻ തുടങ്ങി. അവൻ പാർക്കിംഗ് ഏരിയയിൽ പോയതും അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ ദേഷ്യം മൂർത്താവിലെത്തിയെന്നും ദേഷ്യം മുറുകുന്ന മുഖവുമായി അവൻ്റെ കാലുകൾ അവിടെ കണ്ട കാഴ്ചയുമായി അടുത്തേക്ക് ചലിച്ചു. കൊച്ചു പിള്ളേരുടെ കൂടെ സാറ്റ് കളിക്കുന്ന വൈകിയുടെ ചെവിയിൽ യാഷി പോയി പിടിച്ചു. പെട്ടെന്ന് ചെവിയിൽ പിടിച്ചതും അവൾ ഞെട്ടിപ്പോയിരുന്നു. യാഷിനെ കണ്ടതും അവൾക്കൊരു ആശ്വാസമായി. പക്ഷേ യാഷിൻ്റെ പിടിമുറുക്കിയതും അവൾക്ക് ചെവി വേദനിക്കാൻ തുടങ്ങി. ആ യാഷേട്ട പിടി, യാഷേട്ട വീട് വേദനിക്കുന്നു. വേദനിക്കാൻ തന്നെയടി പുല്ല പിടിച്ചത്. ദേഷ്യത്തോടെ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് യാഷ് പറഞ്ഞതും അവൾ എന്നെ തുറച്ചു നോക്കി. യാഷേട്ട ഞാനൊന്നും ചെയ്തില്ലല്ലോ, എന്നെ വീട്, അല്ലെങ്കിൽ ആ പീക്കരികളെല്ലാം എന്നെ കണ്ടുപിടിക്കും. ഇനി മനുഷ്യൻ എത്ര തീയതെന്നറിയോ നിനക്ക്? അപ്പോഴാ അവളുടെ ഒരു യാഷ് പല്ല് കടിച്ച് പറഞ്ഞു. യാഷേട്ടാ ഞാൻ മിണ്ടിപ്പോകരുത്, നടക്കങ്ങോട്ട്. യാഷ് അവളുടെ ചെവിയിൽ നിന്ന് പിടുത്തം വിടാതെ തന്നെ പറഞ്ഞു. വൈക അവൻ്റെ കൈ വിടിയിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഒന്നവിടെ നിന്നേ. പുറകിൽ നിന്നും വിളി വന്നതും ഇരുവരും തിരിഞ്ഞു നോക്കി. യാഷ് വൈകിയുടെ ചെവിയിൽ നിന്നും പിടുത്തം വിട്ടുകൊണ്ട് കൈകെട്ടി നിന്നു. എന്തു വേണം? യാഷിന് മുന്നിൽ അവനെ കൂർപ്പിച്ച് നോക്കുന്ന കുട്ടിപ്പട്ടാളത്തോട് അവൻ ചോദിച്ചു. താൻ എങ്ങോട്ടാ വൈകിയേച്ചിയെ കൊണ്ടുപോകുന്നേ? അതിലുള്ള ചെറിയ പെൺകുട്ടി യാഷിനോട് ചോദിച്ചു. അത് കണ്ട് വൈകി ചിരി വന്നു. ഞാൻ വൈകിയേച്ചിയെ പൂട്ടിയിടാൻ കൊണ്ടുപോകുക. യാഷ് കപട ദേഷ്യത്തിൽ ആ കുട്ടിയെ നോക്കി പറഞ്ഞു.
അതിനെ താനിത്തിരി പുളിക്കും. വൈകിയേച്ചി ഇവിടെ ഒന്നും അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുട്ടിയാണ് പറഞ്ഞത്. ഓഹോ, ഭീഷണിയാണോ? അതെന്നങ്ങ് കൂട്ടിക്കോ. വലിയ കുട്ടി പറഞ്ഞതും യാഷ് വൈകിയെ ഒന്ന് നോക്കി. ഞങ്ങളുടെ ഇവിടുത്തെ ഗുണ്ടകളും ഗുണ്ടികളുമാ. ചെറിയ പെൺകുട്ടി പറഞ്ഞത് വൈക പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. യാഷ് അവളുടെ ചിരിയിൽ തന്നെ കുരുങ്ങിക്കിടന്നു. ആദ്യമായിട്ടാണ് വൈക ചിരിക്കുന്നത് യാഷ് കണ്ടത്. ചിരിക്കുമ്പോൾ അവൾക്ക് പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. അവളുടെ ആ ചിരിയിൽ അവൻ അത്രയും നേരം അനുഭവിച്ച വേദനയും പേടിയും ദേഷ്യമെല്ലാം അരിഞ്ഞില്ലാതാകുന്നത് അവൻ അറിഞ്ഞു. വൈകിയേച്ചി, ഇയാളെ തല്ലണോ? കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആരോ ചോദിച്ചതും വൈകി യാഷിയെ നോക്കി. വേണ്ട, ഇയാൾ പാവ. വൈകിയേച്ചി പറഞ്ഞുകൊണ്ട് വെറുതെ വിടുന്നു. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടാവോ? യാഷ് പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി. പിന്നെ വൈകിയെ നോക്കി അവരെന്താകുമെന്ന് പുരികം പൊക്കി ചോദിച്ചു. വൈകി കണ്ണടിച്ച് തലയാട്ടിയതും അവരെല്ലാം ഓടിപ്പോയി യാഷിനെ കെട്ടിപ്പിടിച്ചു. കളിക്കാൻ അവർക്ക് പുതിയൊരു കൂട്ടായതിൻ്റെ സന്തോഷത്തിൽ യാഷിൻ്റെ കണ്ണുകൾ ആ നിമിഷം വൈകിയിൽ തന്നെയായിരുന്നു. അവളിൽ നിറഞ്ഞൊരു പുഞ്ചിരി കണ്ടതും അവൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ കുറേ നേരം കളിച്ചു. നേരെ ഒരുപാട് വൈകിയതും യാഷ് എല്ലാത്തിനെയും ഓടിച്ചു വിട്ടു. നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാവരും പിരിഞ്ഞിരുന്നത്. ഫ്ലാറ്റിലെത്തിയതും വൈകിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. നീ ഹാപ്പിയാണോ വൈക? യാഷ് ചോദിച്ചതും അവൾ യാഷ് നോക്കി അതേന്ന് തലയാട്ടി. ഇവിടെ ഇരുന്ന് മടുത്തപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാ അവരെല്ലാം കണ്ടത്. എന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ നിർബന്ധിച്ചപ്പോൾ കളിക്കാൻ കൂടി. സമയം പോയതൊന്നും അറിഞ്ഞില്ല. അത് ആ ഫ്ലാറ്റ് ലോക്കാക്കരുത് ആദ്യ സന്തോഷത്തിൽ പറഞ്ഞതാണെങ്കിലും അവസാനം തലതായെത്തിയായിരുന്നു അവളത് പറഞ്ഞത്. സാരില്ലടോ, തന്നെ ഒന്ന് കാണാതായപ്പോൾ ഞാനൊന്ന് പേടിച്ചു. ഈ സ്ഥലം ആളുകളൊന്നും തനിക്കറിയില്ലല്ലോ. തന്നെ അവിടെ കണ്ടപ്പോൾ ചെറിയ ദേഷ്യമൊക്കെ വന്നിരുന്നു. യാഷ് ഒറ്റ കണ്ണിറക്കിയായിരുന്നു അത് പറഞ്ഞത്. അത് കണ്ടതും വൈകിക്ക് ഒരു ചെറിയ ചമ്മൽ വന്നു. അയ്യോ, ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല യാഷേട്ടാ. പെട്ടെന്ന് ഓർത്ത പോലെ തലയിൽ കൈവച്ചവൾ പറഞ്ഞു. താൻ പോയി ഫ്രഷായി വാ, നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം. അത് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഫ്രഷ് ആവാൻ പോയി. വൈക, യാഷ് വിളിച്ചതും വൈക അവരുടെ അരികിലേക്ക് ഓടിയെത്തി. ഞാൻ റെഡി യാഷേട്ടാ, കിതച്ചുകൊണ്ടായിരുന്നു അവളത് പറഞ്ഞത്. എൻ്റെ വൈകി, നീ വല്ല ഇൻ്റർവ്യൂക്കും പോകുന്നതാണോ ഇങ്ങനെ ഓടിക്കിതച്ച് വരാൻ? അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു. വാ. ഇരുവരും കാറിൽ കയറി യാത്രയായി. വൈക പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു. യാഷേട്ടാ, നമ്മളെന്തിനാ ഇത്രയും ദൂരം ഫുഡ് കഴിക്കാൻ പോകുന്നേ? എന്തോ ഒരു ഹോട്ടൽ കഴിഞ്ഞു പോയി. നിനക്കെന്താ പേടിയുണ്ടോ? യാഷ് ചോദിച്ചെന്ന് അവൾ ചുമ്മൽ കൂച്ചി ഇല്ല എന്ന് പറഞ്ഞു. നിനക്ക് വിശപ്പുണ്ടാകുമല്ലേ? എന്തായാലും നമുക്കിവിടെ കയറി കഴിക്കാം. വണ്ടി നിർത്തി യാഷ് പുറത്തേക്ക് ഇറങ്ങി. വൈക അപ്പോൾ അവിടെ മൊത്തത്തിൽ കണ്ണോടിച്ചു. ഇത്രയും നേരം കടന്നു വന്നതുപോലെയല്ല. ശാന്തമായ അന്തരീക്ഷം, തിരക്കേറിയ വാഹനങ്ങളുടെ ശബ്ദങ്ങളില്ല. അവൾക്ക് എന്തുകൊണ്ട് ശുദ്ധമായി കിട്ടിയതുപോലെയായിരുന്നു. യാഷ് അവളുടെ മുഖഭാവങ്ങൾ ഓരോന്നും ഒപ്പിയെടുക്കുകയായിരുന്നു. വാടു, യാഷ് വിളിച്ചതും അവൾ അവനരികിലേക്ക് പോയി. യാഷേട്ടാ, എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടമായി. സ്ഥലം മാത്രമല്ല, നിനക്ക് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമാവും. എൻ്റെ ഫേവറേറ്റ് ഹോട്ടലാണിത്. ഇവിടെ ഉള്ളത് മലയാളികളാ. അത് കേട്ടതും വൈകിയുടെ കണ്ണുകൾ വികസിച്ചു. പിന്നെ ഇരുവരും ഭക്ഷണം കഴിച്ചിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. എന്നാൽ നമുക്ക് തിരിച്ചു പോവാം അല്ലേ യാഷേട്ടാ? ഇപ്പം ഫ്ലാറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ അതൊക്കെ അവിടെ എത്തുമ്പോൾ തനിക്ക് മനസ്സിലാവും. യാഷ് അവളെ നോക്കി ഒറ്റക്കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു. യാഷ് ഇങ്ങോട്ടായിരിക്കും തന്നെ കൊണ്ടുപോകുന്നത് എന്നോർത്ത് അവൾ വെളിയിലേക്ക് നോട്ടം പായിച്ചു. യാഷ് കാർ ഒരു കാടിന് സമയവും നിർത്തി. അത് കണ്ടതും വൈക അവൻ നെറ്റിച്ചുളിച്ച് നോക്കി. ഇറങ്ങ്, യാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും വൈക ഇറങ്ങി ചുറ്റും നോക്കി. പല ജീവികളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി അതൊരു വനപ്രദേശമാണെന്നും അവിടെ ആൾ താമസം പോലും അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. യാഷ് കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്തു നോക്കിയതും സ്ക്രീനിൽ കണ്ട പേര്. അവൻ പതിയെ മുഴിഞ്ഞു. ഋഷി. യാഷ് ഫോണിൽ നോക്കി അതിനുശേഷം പുറത്ത് നിൽക്കുന്ന വൈകിയെ നോക്കിക്കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ യാഷ്, താൻ എന്തിനെ വിളിച്ചത്? പിന്നെ യാഷ് നേരത്തെ വിളിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഋഷി. ശരിയടാ, എന്നാൽ രണ്ടാളും പെട്ടെന്ന് ഫ്ലാറ്റിലെത്താൻ നോക്ക്. നിന്നെ ഫ്ലാറ്റിൽ കണ്ടില്ലെങ്കിൽ അമലിൻ്റെ കാര്യം അറിയാലോ. ഇരുവശത്തു നിന്ന് കോൾ കട്ടായതും യാഷ് കണ്ണോടിച്ച് നിശ്വസിച്ചു. ഋഷി കോൾ കട്ട് ചെയ്ത് ബെഡിലേക്ക് വീണപ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിച്ചത്. ഇതാര് ഈ സമയത്ത്? ഋഷിക്കായി മേലോട്ട് പൊക്കി നിവർന്നു. പിന്നെ ഡോർ പോയി തുറന്നതും മുന്നിൽ മുഖം ചോപ്പിച്ച് നിൽക്കുന്ന അമലിനെ കണ്ട് ഋഷി ഉമിനീനിറക്കി. ഈ സാധനം എന്തിനാണോ ഇങ്ങോട്ട് എഴുന്നില്ലത്? ഋഷിയെ ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് അമൽ അകത്തേക്ക് കയറി. യാച്ചു എവിടെ? അവർ പുറത്തേക്ക് പോയി. എന്തിന്?
ആവോ, നിന്നോട് പറഞ്ഞില്ലേ? ഋഷി ബെഡിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ല, അവൾ എൻ്റെ യാചിനെ മയക്കിയെടുക്കാനുള്ള പണിയാ. വെറുതെ വിടില്ല ഞാൻ അവളെ. അവൾ ചവിട്ടിത്തുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വൈകി എൻ്റെ മുറപ്പെണ്ണാണെങ്കിലും എനിക്ക് അവളൊരു അനിയത്തിയെ പോലെയാ. ചെറുപ്പം മുതൽ ഒരുപാട് അനുഭവിച്ചതാ പാവം. അവളുടെ ജീവിതം ഒരിക്കലും നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. യാഷിൻ്റെ കൂടെ അവൾ നന്നായി ജീവിക്കണം. അതിന് ഞാനും കുറച്ച് കളികൾ കളിക്കാൻ പോകും അമൽ. അമൽ പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് ഋഷി സ്വയം പറഞ്ഞു. യാഷേട്ടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? യാഷിൻ്റെ പുറകെ നടന്നുകൊണ്ട് വൈകി ചോദിച്ചു. അതോടൊപ്പം അവൾ പേടിയോടെ ചുറ്റും കണ്ണോടിക്കുന്നുമുണ്ട്. അതൊക്കെ നിനക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും. യാഷ് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നിൽ കാണുന്ന ചെറിയ വഴിയിലൂടെ നടന്നു. പെട്ടെന്ന് വൈകിയുടെ പുറകിൽ നിന്നും എന്തോ ഒച്ച കേട്ടതും വൈകി ഒന്ന് ഞെട്ടി അവിടെ തന്നെ നിന്നു. ദൈവമേ, എന്താ ഇത്? അവൾ പേടിയോടെ ഉമിനീറിറക്കി. ആ സമയം യാഷ് മുന്നോട്ട് നടന്നു. യാഷ് പോകുന്ന വൈകി കണ്ടിരുന്നില്ല. അതുപോലെ വൈകി തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന ചിന്തയിൽ യാഷ് നടക്കുകയും ചെയ്തു. ഈശ്വര, ഇനി വല്ല പ്രേതവും മറ്റോ ആണോ? അയ്യോ, തിരിഞ്ഞു നോക്കണം. വേണ്ട മോളെ വൈകി. ഒന്നും ഉണ്ടാകില്ല. നീ ധൈര്യമായി തിരിഞ്ഞു നോക്കിക്കോ. നോക്കാല്ലേ? വേണോ? വേണ്ടേ? യാഷോട്ടിന് നോക്കാൻ പറയാം. അതാകുമ്പോൾ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. വൈകി യാഷിനെ വിളിക്കാനായി അവനെ നോക്കിയതും അവനെ അവിടെ കണ്ടില്ല. പേടികൊണ്ട് അവൾ വിയർക്കാൻ തുടങ്ങി. ഒപ്പം കണ്ണുനീർ കവിളിനെ തലോടി. ശ്വാസം വിങ്ങി പുറകോട്ട് നോക്കാതെ ബാക്കിയിടത്തേക്ക് അവൾ കണ്ണുകൾ ചലിപ്പിച്ചു. നിലാവെട്ടത്തിൽ കുറച്ച് ദൂരെ ഒരു രൂപം കണ്ടതും അത് യാഷാണെന്ന് അവൾക്ക് മനസ്സിലായി. യാന്ത്രികമായി കാലുകൾ യാഷിന്റെ അടുത്തേക്ക് ചലിച്ചു. യാഷേട്ടാ! കിട്ടിയ ധൈര്യത്തിൽ അവൾ ഉറക്കെ വിളിച്ചു. കുറച്ചു ദൂരം നിന്ന് വൈകിയുടെ ശബ്ദം കേട്ടതും യാഷ് നെറ്റി ചുളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അവൻ്റെ ചിന്ത അപ്പോൾ പോയത് അവൾ ഇത്രയും നേരം തൻ്റെ കൂടെ ഇല്ല എന്നായിരുന്നു. അവൻ വൈകിയെ നോക്കിയിരുന്നതും അവൾ ഓടി വന്ന് അവനെ ഇറകെ പുണർന്നു. പെട്ടെന്ന് യാഷെന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ കൈയും അവളെ ചുറ്റിപ്പിടിച്ചു. കുറേ നേരമായിട്ടും വൈകി അനങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഷട്ടിൽ നനമറിഞ്ഞതും അവൾ കരയുകയാണെന്ന് അവനും മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അവൾ അടർത്തി മാറ്റി. എന്നാൽ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. വൈക പതിഞ്ഞ സ്വരത്തിൽ യാഷി വിളിച്ചതും അവളുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. എനിക്ക് പേടിയാവേട്ട, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ മുറുകെ ചേർത്ത് പിടിച്ചു. എന്തിനാ നിനക്ക് പേടി? വൈകിയുടെ മുടിയിൽ തഴുകിക്കൊണ്ട് യാഷ് ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകൾ നിലാവെട്ടത്തിൽ കണ്ടപ്പോൾ അവൻ അവളോട് വാത്സല്യം തോന്നി. എനിക്ക് ഇരുട്ടും പിന്നെ പ്രേതത്തിനെയും പേടിയ, ചുണ്ട് കൂർപ്പിച്ച് പറയുന്ന അവളെ കണ്ടതും യാഷിന് ചിരി വന്നു. യാഷ് ചിരിച്ചതും വൈകി അവനെ കൂർപ്പിച്ച് നോക്കി.